ഹലോ ഫ്രണ്ട്സ്, വൈറ്റ് ബോർഡ് സ്റ്റോറിലേക്ക് സ്വാഗതം. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. നമ്മളിന്ന് പോകുന്ന സിനിമ ഇംഗ്ലീഷ് ചിത്രമായ ട്വിസ്റ്റേഴ്സ് ആണ്. അപ്പോൾ 1990-കളുടെ ആദ്യം നമ്മുടെ നാട്ടിൽ കേബിൾ ടി വി ഒക്കെ വന്ന ടൈമിൽ നമുക്ക് ഇംഗ്ലീഷ് സിനിമകൾ കാണാനായിട്ടുണ്ടായിരുന്ന പ്രധാനപ്പെട്ട രണ്ട് കേബിൾ ചാനലായിരുന്നു. ഒന്ന് സ്റ്റാർ മൂവീസും ഒന്ന് HBO. ഈ HBO-യിൽ സ്ഥിരമായിട്ട് പ്ലേ ചെയ്യുന്ന ഒരു പടമാണ് ട്വിസ്റ്റർ. ഒരു പ്രൊഫസറും കുറെ ചെറുപ്പക്കാരും കൂടെ ചേർന്നിട്ട് ഒരു ടൊർണാഡോ, ഒരു ചുഴലിക്കാറ്റിനെ ടാക്കിൾ ചെയ്യാൻ പോകുന്നതായിരുന്നു സിനിമയുടെ ഒരു ഇതിവൃത്തം എന്ന് പറഞ്ഞാൽ. അതിങ്ങനെ റിപ്പീറ്റ് ടെലികാസ്റ്റിലൂടെ വന്ന് അത് കണ്ട് വലിയൊരു ഫാനായ ആളാണ് ഞാൻ. എനിക്ക് തോന്നുന്നു 90-കളുടെ കിഡ്സ് ഒരുപാട് കണ്ടിട്ടുള്ള സിനിമയായിരിക്കും ഈ ട്വിസ്റ്റർ എന്ന് പറയുന്ന സിനിമ. അപ്പൊ അതിന്റെ ഒരു റീബൂട്ടാണ് ഇപ്പോഴത്തെ ട്വിസ്റ്റേഴ്സ്. അതിന്റെ ഒരു ഫോളോ സീക്വൽ അല്ല, ഒരു റീബൂട്ടാണ്. അപ്പം ഈ സിനിമയിലേക്ക് വരുന്നതിന് മുമ്പ് ഇതിന്റെ ഒരു കോണ്ടെക്സ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ US-ലെ ഓക്ലഹോമ എന്ന് പറയുന്ന സ്ഥലം വളരെ സമതലപൂർണമായ സ്ഥലമാണ്. നമ്മൾ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നോക്കത്താ ദൂരത്തോളം വളരെ പ്ലെയിൻ ആയിട്ടുള്ള സ്ഥലമാണ്. ഗ്രേറ്റ് പ്ലെയിൻസ് എന്നാണ് പറയുന്നത്. അതിന് കുറച്ച് താഴെയായിട്ട് ഗൾഫ് ഓഫ് മെക്സിക്കോ ഉണ്ട്. അപ്പോൾ ഈ ഗൾഫ് ഓഫ് മെക്സിക്കോയിൽ നിന്ന് വീശുന്ന കാറ്റ് അവിടെ പ്രഷർ ബെൽറ്റ് ക്രിയേറ്റ് ചെയ്യും. വളരെ പെട്ടെന്ന് ടൊർണാഡോസ് ഉണ്ടാകുകയും ചെയ്യുന്ന ഒരു സ്ഥലമാണ് ഈ ഓക്ലഹോമ എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഈ സിനിമയിൽ കാണിക്കുന്ന ടൊർണാഡോസ്, അതായത് ഈ ദിവസത്തിൽ 3 അല്ലെങ്കിൽ ആഴ്ചയിൽ 4 അത് ശരിക്കും സംഭവിക്കുന്ന ഒരു സ്ഥലമാണ് ഓക്ലഹോമ. അതൊരു ഇമാജിനറി സ്ഥലമല്ല. ലോകത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ ടൊർണാഡോസ് വരുന്ന സ്ഥലമാണ് ഓക്ലഹോമ. അത് ചേസ് ചെയ്യാൻ പോകുന്ന ആൾക്കാരുണ്ട്. അതായത് അതിന്റെ വീഡിയോ എടുത്ത് യൂട്യൂബിലിട്ട് അത് പിന്നെ അതിന്റെ ബാക്കി പരിപാടികളൊക്കെ ചെയ്യുന്ന ഒരുപാട് സ്റ്റോം ചേസേഴ്സും ആക്റ്റീവ്ലി ഉള്ള സ്ഥലമാണ് ഈ ഓക്ലഹോമ. അപ്പൊ ഈ സിനിമയിൽ കാണിക്കുന്ന കണ്ടന്റ് എല്ലാം ശരിക്കും നടക്കുന്നതാണ്. ഇനി ഈ സിനിമയിലേക്ക് വരുമ്പോൾ ഇതിന്റെ ഒരു വൺ ലൈൻ എന്ന് പറഞ്ഞാല് കേറ്റ് എന്ന പേരുള്ള ഹീറോയിൻ കഥാപാത്രം, പുള്ളിക്കാരി ഒരു ഹൈസ്കൂൾ പ്രോജക്ട് ചെയ്യാൻ പോവുകയാണ്. പക്ഷെ ഒരു ടൊർണാഡോയായിട്ട് ബന്ധപ്പെട്ടിട്ട് പക്ഷെ അവിടെ വെച്ച് അൺഫോർച്ചുനേറ്റ്ലി പുള്ളിക്കാരുടെ 3 ഫ്രണ്ട്സ് ആ ടൊർണാഡോയുടെ ഒരു ഇല്ല എഫക്റ്റ് കാരണം മരണപ്പെടുന്നു. പിന്നീട് പുള്ളിക്കാരി ഒരു വെതർ ഡിപ്പാർട്ട്മെന്റിൽ ജോലി ചെയ്യുവാണ്. ഓൺ ദ അതർ സൈഡ് ടൈലർ എന്നുള്ള നായക കഥാപാത്രം, ടൈലർ ഒരു സ്റ്റോം ചേസറാണ്. പുള്ളിക്കാരൻ്റെ ഒരു ഗ്രൂപ്പുണ്ട്. അപ്പൊ അവര് ശരിക്കും റോ ആയിട്ട് പോയിട്ട് ഈ ടൊർണോഡോയുടെ നടുക്ക് വണ്ടി നിർത്തി മുകളിലോട്ട് ഫയർ വർക്ക്സ് ഒക്കെ വിട്ട് ടൊർണോഡോ സ്റ്റോം ചേസേഴ്സ് ആണ് അവരും ഈ ഓക്ലഹോമയിലാണ് ഉള്ളത്. ഇപ്പോ ഈ കേറ്റ് എന്ന് പറയുന്ന നായക കഥാപാത്രം ഓക്ലഹോമയിൽ എത്തിയതിനു ശേഷം ഈ ടൈലറുമായിട്ടുള്ള കഥാപാത്രത്തിന് കണ്ടുമുട്ടുന്നു. പിന്നീട് അവർക്ക് അവിടെ ഉണ്ടാകുന്ന ടൊർണാഡോ എഫക്ട്സും അവരത് എങ്ങനെ ഹാൻഡിൽ ചെയ്യുന്നു എന്നുള്ളതാണ് സിനിമയുടെ ഒരു ഇതിവൃത്തം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇതിൽ ടൈലർ എന്ന് പറയുന്ന നായക കഥാപാത്രം പ്ലേ ചെയ്യുന്നത് ഗ്ലെൻ പവലാണ്. കേറ്റ് നായക കഥാപാത്രം പ്ലേ ചെയ്തിരിക്കുന്നത് കിർനാൻ ഷിപ്ക എന്ന് പറയുന്ന നായക നടിയാണ്. പിന്നെ ആന്റണി റമോസ് ഉണ്ട് വേറൊരു ലീഡ് റോളില്. ഈ സിനിമ കാണാൻ പോകുമ്പോൾ ഒരിക്കലും നമ്മളൊരു കൾട്ട് ക്ലാസിക്കോ അല്ലെങ്കിൽ ഇത് ഭയങ്കരമായ ഇംഗ്ലീഷ് പടമാണ് അങ്ങനെയൊന്നും വിചാരിച്ച് കാണാൻ പോകുന്നതല്ല. നമുക്ക് ആ ട്വിസ്റ്റർ എന്ന് പറഞ്ഞാൽ 90s ഒരു സിനിമയുണ്ട്. അപ്പൊ അത്രയും ഒരു ആക്ഷൻ സാറ്റിസ്ഫാക്ഷൻ തരുന്ന ഒരു പടമാണോ ഇത് എന്നുള്ള ഒറ്റ നോക്കിലാണ് നമ്മൾ ഈ സിനിമ കാണാൻ പോകുന്നത്. അത് 100% ഈ സിനിമ മീറ്റ് ചെയ്യുന്നുണ്ട്. ഗംഭീരമായ ആക്ഷൻ സീക്വൻസ് ആണ്. എസ്പെഷ്യലി ആ ഒരു ടൊർണാഡോയുടെ VFXും മറ്റു കാര്യങ്ങളും അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. അതായത് ഈ ഓഡിയൻസിന് ചിന്തിച്ച് ഡീറ്റെയിലോട്ടൊന്ന് പോകാനുള്ള ടൈം ഡയറക്ടർ കൊടുക്കുന്നില്ല. വളരെ പെട്ടെന്ന് തന്നെ സീക്വൻസുകൾ വരികയും ഓഡിയൻസിനെ വളരെ എൻഗേജ് ചെയ്യിപ്പിക്കുന്ന ഒരു സ്റ്റോറി ടെല്ലിംഗ് ആണ് ഇതിൽ ഫോളോ ചെയ്തിരിക്കുന്നത്. ലീ ഐസക് ചുങ് ആണ് ഇതിന്റെ ഡയറക്ടർ. ഗ്ലെൻ പവൽ ഞാൻ നേരത്തെ പറയാം, ഗ്ലെൻ പവലാണ് ടൈലർ ആയിട്ട് വരുന്നത്. ഗ്ലെൻ പവല് നമ്മള് ടോപ്പ് ഗൺ മാവറിക്കില് ടോം ക്രൂസിനും കൂടെ ഉണ്ടായിരുന്നു. പിന്നെ എനിവൺ ബട്ട് യു എന്ന് പറഞ്ഞ സിനിമ ഉണ്ടായിരുന്നു. അതേ തന്നെ നെറ്റ്ഫ്ലിക്സിൽ ഇപ്പൊ ഹിറ്റ്മാൻ എന്ന് പറഞ്ഞൊരു സിനിമ വന്നിട്ടുണ്ട്. അപ്പോൾ ഓവറോൾ ഹോളിവുഡിൽ വളരെ പ്രോമിനന്റ് ആയിട്ട് ഗ്രോ ചെയ്യുന്ന ഒരു അപ്കമിങ് സ്റ്റാർ ആണ് ഗ്ലെൻ പവൽ എന്ന് പറഞ്ഞാൽ. വളരെ ചാമിങ് ആയിട്ട് അതേ റോള് ഹാൻഡിൽ ചെയ്തിട്ടുണ്ട്. ഒരു അർക്കൻസ എന്ന് പറഞ്ഞാൽ ഒരു കൗബോയ് കൾച്ചറൊക്കെ ഉള്ള ഒരു സ്റ്റേറ്റ് ആണ്. അവിടെ നിന്ന് വരുന്ന ഒരു സ്റ്റോം ചേസറാണ്. അപ്പൊ ആ ഒരു പിന്നെ വാക്കിംഗ് സ്റ്റൈലായാലും ആ ഒരു ചാം, ഒരു വൈൽഡ് വെസ്റ്റ് ചാം ഗ്ലെൻ പവൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. പിന്നെ ഷിപ്കയും പുള്ളിക്കാരുടെ റോള് നല്ല രീതിയിൽ, ആന്റണി റമോസും ഷിപ്കയും രണ്ടുപേരും അവരുടെ റോളുകളും നല്ല രീതിയിൽ ഹാൻഡിൽ ചെയ്തിട്ടുണ്ട്. ഇതിന്റെ കാസ്റ്റ് പെർഫോമൻസിനേക്കാൾ ഉപരി
ആസ് എ മൂവി ഓവറോൾ ഇതിന്റെ അനിമേഷൻ, ഇതിന്റെ ഒരു വേ ഓഫ് ടെല്ലിംഗ് ദാറ്റ് സ്റ്റോറി, അതാണ് ഇതിനകത്ത് ഏറ്റവും കൂടുതൽ സ്റ്റാൻഡ് ഔട്ട് ചെയ്യുന്ന ഫീച്ചർ. നമ്മളിപ്പോ ഈ സിനിമ എടുത്തിട്ട് സിനിമ കണ്ടു കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ ഒരിക്കലും നമുക്ക് തോന്നില്ല എന്തൊരു പടമാണിത്, എന്തിനാണ് നമ്മൾ തലവെച്ച് കൊടുത്തതെന്ന് ഒരിക്കലും തോന്നില്ല. ഗംഭീരമായ ഒരു ആക്ഷൻ സീക്വൻസ്, ഇത് കൊള്ളാലോ ആയിട്ട്, ഇതൊക്കെ എങ്ങനെയാണ് ചെയ്തത്, ഇങ്ങനെയൊക്കെ ശരിക്കും സംഭവിക്കാറുണ്ടോ എന്ന് നമുക്ക് തോന്നുന്ന രീതിയിലാണ് ഈ സിനിമയിലുള്ള പിന്നെ സീക്വൻസുകളും മറ്റു കാര്യങ്ങളെല്ലാം തന്നെ ഹാൻഡിൽ ചെയ്യുന്നത്. ഞാനൊരു വെതർ സയന്റിസ്റ്റ് അല്ല, അതുകൊണ്ട് ലോജിക്കലി അങ്ങനെ ചെയ്യാൻ പറ്റും ഇങ്ങനെ ചെയ്യാൻ പറ്റുമെന്നൊന്നും ചിന്തിക്കാനുള്ള എബിലിറ്റി എനിക്കില്ല. പക്ഷെ നമ്മൾ അങ്ങനെ ചിന്തിക്കേണ്ട കാര്യമില്ല. വളരെ എന്റർടൈൻ ചെയ്ത് അടിപൊളിയായിട്ട് കണ്ട് ആസ്വദിക്കാൻ പറ്റുന്ന, ഫാമിലിയോടെ പോയി കണ്ട് ആസ്വദിക്കാൻ പറ്റുന്ന നല്ലൊരു സിനിമയാണ് ട്വിസ്റ്റേഴ്സ്. അപ്പൊ ഈ വീക്കെൻഡ് നിങ്ങൾ ഒരു ഇംഗ്ലീഷ് പടം കാണണം, ഒരു ആക്ഷൻ പടം കാണണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ട് ട്വിസ്റ്റേഴ്സിന് ടിക്കറ്റ് എടുത്ത് കയറാം. അപ്പൊ സിനിമ നിങ്ങൾ തിയേറ്ററിൽ പോയി കാണുക, വലിയ സ്ക്രീനിൽ നല്ല സൗണ്ട് എഫക്റ്റ് ഉള്ള സ്ക്രീനിൽ കാണുക. കാരണം അതിനുള്ള വകുപ്പ് എല്ലാം ഈ സിനിമയ്ക്ക് അതുണ്ട്. സിനിമ കണ്ടു കഴിഞ്ഞതിന് ശേഷം നിങ്ങളുടെ ഫീഡ്ബാക്ക് കമന്റ്സിലൂടെ പറയുക. വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിരിക്കും.